നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 1824 നമ്മുടെ കേരളത്തിൽ ആദ്യമായി അച്ചടി തുടങ്ങി. അത് കോട്ടയത്ത് CMS പ്രസ്സിലായിരുന്നു. അന്ന് ഇതേപോലെയുള്ള തടി അച്ചുകളിലായിരുന്നു അക്ഷരങ്ങൾ രൂപപ്പെട്ടത്. ഈ തടിയിലെ കലാകാരന്മാർ ഓരോ തടിക്കഷ്ണവും ഇതിൽ ഓരോ അക്ഷരങ്ങൾ കൊത്തി അതിൽ മഷി പുരട്ടിയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇതൊന്നുമില്ല, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് കുറേ ഒരു പ്രസ്സിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് കിടക്കുന്ന പണ്ട് കാലത്തെ അക്ഷരങ്ങളാണ്. ഇന്നത് അന്യം നിന്ന് പോയി. 1824 കോട്ടയത്ത് CMS പ്രസ്സിൽ അച്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ പ്രസ് ഇന്നും അവിടെ CMSലെ മ്യൂസിയമായിട്ടിൽ ഉണ്ട്. കല്ലച്ചിലായിരുന്നു. 1824 ഒരു ബാലസാഹിത്യ കൃതിയായിരുന്നു അന്നവിടെ പ്രിൻ്റ് ചെയ്തത് മലയാളത്തിലുള്ള. അതായത് ചെറുപൈതങ്ങൾക്കൊരു ഉപകാരം എന്ന ചെറുകഥയായിരുന്നു. ഇതുപോലെയുള്ള അക്ഷരങ്ങളിലാണ് പ്രിൻ്റ് ചെയ്തത്. അക്ഷരങ്ങളുടെ വലിപ്പം അനുസരിച്ച് ഹെഡിങ്ങിന് വലിയ വലിയ കട്ടകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉണ്ട് വലിയ കട്ടകൾ, ചെറിയ ഫോണ്ടിൻ്റെ അനുസരിച്ച് ചെറുത്. ഇതൊക്കെ ചെറിയ കട്ടകൾ. ഇത് അതിലും ചെറുത് കുഞ്ഞ അക്ഷരങ്ങൾ. അത് ഈയക്കട്ടയാണ് ഈ പത്രമൊക്കെ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പത്രവും പുസ്തകങ്ങളും ഒക്കെ. അപ്പം ഇതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയി. ഇന്ന് കമ്പ്യൂട്ടറായി. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് മാത്രമേ കാണത്തുള്ളൂ. പ്രിൻ്റ് ചെയ്ത് വരുന്ന പേപ്പറിലെ കാണുന്ന അക്ഷരങ്ങൾ മാത്രമേ വായിക്കാൻ പറ്റൂ. പേപ്പറിൽ ഒന്നും തടയാനില്ല. ഇത് എല്ലാം കൈകൊണ്ട് നിർമ്മിച്ച അക്ഷരങ്ങളാണ്. അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റർ പൊതുവായി കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ്. ഇന്ന് ടൈപ്പ് റൈറ്റർ നിന്ന് പോയി. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ടൈപ്പ് റൈറ്ററാണ്. ഇത് വളരെ ഇതിൻ്റെ അറ്റത്തെ അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പോൾ പ്രിൻറ്റിങ് മേഖലയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. അക്ഷരങ്ങൾ കണ്ടോ, ഇത് തടിയിലാണ് നിർമ്മിച്ചത്. അപ്പം നിർമ്മിച്ചവരെ സമ്മതിക്കണം. ഇപ്പം എന്തുമാത്രം അധ്വാനം വേണം ഓരോ അക്ഷരങ്ങളും ചെയ്തെടുക്കാൻ. ഓർക്കണം. ഇത് കണ്ടോ, കട്ട കണ്ടോ, ഒരു സൈഡിലുള്ള വിധ മഷി വരട്ടി പ്രിൻ്റ് ചെയ്യുമ്പോഴത്തെ മഷി വരട്ടി കഴിഞ്ഞ് ഒന്ന് പ്രിൻ്റ് ആവും. പേപ്പർ വെച്ച് കഴിയുമ്പോഴാണ് അവത്തെ നമ്മുടെ സീല് പ്രവർത്തിക്കുന്നത് പോലെ, നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന സീല് പോലെ. ഇതൊക്കെ ഓരോ സ്ഥാപനങ്ങളുടെ ബ്ലോക്കുകളാണ്. ഇതുകൊണ്ട് LICയുടെയാണ്. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഒന്നും കാണാനില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക്സ്.